സമാധാനം നഷ്ടപ്പെടുത്തുന്ന, അള്ളാഹു എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകും, പക്ഷെ ആ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ അള്ളാഹു സമാധാനം എടുത്തു കളയും. നമുക്ക് അള്ളാഹു സമാധാനം തന്നുണ്ട്, പക്ഷെ അള്ളാഹു സമാധാനം എടുത്തു കളി എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ തിരസ്കരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അള്ളാഹു നമുക്കുള്ള സമാധാനം എടുത്തു കളയും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൻ നഹ്ലിൽ ഒരു രാജ്യത്തിന് തന്നെ സമാധാനം നൽകിയ ഒരു സംഭവം വിശദീകരിക്കുന്ന ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചത്. സൂറത്തുൻ നഹ്ലിലെ 112 ആയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പരിശോധിക്കാം. അള്ളാഹു പറയാണ്, ലറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉദാഹരണം വിശ്വാസികൾക്ക് ഉദാഹരിക്കുകയാണ്. എന്താണ് ആ ഉദാഹരണം? ഖറിയത്തിന്, ഒരു ഗ്രാമവാസികൾ, ഒരു രാജ്യക്കാരെക്കുറിച്ച്, ഒരു രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യന്മാരെക്കുറിച്ച് ഒരു ഉദാഹരണം തരികയാണ്. എന്താണ് ആ പ്രത്യേകത? ആ രാജ്യത്തിന്റെ, ആ നാട്ടുകാരുടെ കാനത്ത് ആമിനത്തൻ മുത്തുമയില്ല, അവർ വളരെ നിർഭയരായി ജീവിക്കുന്നവരായിരുന്നു, വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരായിരുന്നു ആ രാജ്യത്ത്. എന്നാലോ യഅ്തിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മക്കാൻ, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആ രാജ്യത്തേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എത്തിക്കൊണ്ടിരുന്നു. നല്ല സുഭിക്ഷ ജീവിതം, സമാധാനപരമായ ജീവിതം, നിർഭയമായ ജീവിതം. നിർഭയമായ ജീവിതം എന്ന് പറഞ്ഞാൽ പറയാലോ, ഇപ്പം ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പണിപ്പെട്ടു നടക്കുക. എന്താ മെയിൻ ബോട്ടിന്റെ പണിയാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്. എന്താ കാരണം? ഭയം തുടങ്ങിയിരിക്കുന്നു. എപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് പോകുമെന്ന് അറിയാൻ കഴിയില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, ഇല്ലേ? അപ്പോ എല്ലാവർക്കും ഇപ്പൊ പ്രാവശ്യം ബോട്ട് നിർബന്ധമായി ചെയ്യണം എന്നുള്ള ബോധ്യം വന്നു. മറ്റേ ഇന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്തിനാ അത് ബോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇപ്രാവശ്യം നമുക്കത് പോരാ. എല്ലാവരും ആണും പെണ്ണും ചിന്തിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വരും. ഇതെന്താ കാരണം? സമാധാനപരമായി ജീവിക്കുകയാണ്. ഇവിടെ നമ്മൾ നിർഭയത്വത്തോട് ജീവിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്, അല്ലേ? ഇഷ്ടം പോലെ ഭക്ഷണം, ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്ന നാട്, അല്ലേ? ഈ ആയത്ത് നമ്മൾക്കാൻ തോന്നിപ്പോവില്ലേ? അള്ളാഹു മക്കയെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ നമ്മളെ പറ്റിയാണ്, കേരളത്തിലെ ഈ കോഴിക്കോട് ജില്ലയെ പറ്റിയാണ് അള്ളാഹു പറയുന്നതെന്ന് തോന്നിപ്പോവും, അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണം അള്ളാഹു ഉദാഹരിക്കുകയാണ്. എന്താണ് ആ രാജ്യത്തിലെ പ്രത്യേകത? കാനത്ത് ആമിനത്തൻ, വളരെ നിർഭയമായി ജീവിക്കുകയാണ്, മുത്തുമയിത്തൻ, സമാധാനത്തോടുകൂടി. എന്നാലോ യഅ്തിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മക്കാൻ, എല്ലാ ഭാഗത്തുനിന്നും എല്ലാ നാനാവിധ ഭക്ഷണവും. ഇനി ഇല്ലാത്ത ഭക്ഷണമില്ല, ഉണ്ടോ? ഏതാ ഇവിടെ ഇല്ലാത്ത ഭക്ഷണം? മന്തിയും ഗിന്തിയും. എന്റെ റബ്ബെ, പറയാത്തല്ലേ, മിമ്പറൊന്നും പറയാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളാണ്. രാത്രിയായാൽ തുടങ്ങും, അല്ലേ? അങ്ങനെ എല്ലാ ചെറുപ്പക്കാരും അറ്റാക്ക് അടിച്ച് തീർന്നു പോകുക. അതിനൊന്നും ഒരു പേടിയില്ല. യുവാക്കള് ഓലെ വൈബാന്നാ പറയാ. ഓല് പറഞ്ഞ ഈ വൈബാന്നാ. എന്താ ഈ വൈബ് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതിനാണ് വൈബ് അറിയാം. എല്ലാ തോന്യാസങ്ങളെയും മാറോട് ചേർക്കുന്നതിനാണ് വൈബ് അറിയാം. ആണും പെണ്ണും ലജ്ജയില്ലാത്ത ജീവിതം, അല്ലേ? ഇതൊക്കെ കിട്ടിയപ്പോൾ ഉണ്ടായത് അതല്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് നോക്കാം, നിങ്ങളെ വീട്ടിലേക്ക് നോക്കി. നിങ്ങളെ ഭാര്യ എങ്ങനെയാണ്, നിങ്ങളെ മക്കളെങ്ങനെ, നിങ്ങളെ ആൺമക്കളെങ്ങനെ, എല്ലാം വൈബാണ്. 8, 9 മണി 10 മണിയായ റോഡ് മുഴുവനുള്ള കച്ചവടം. സകല സ്ഥലത്തും നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റാവുന്ന ലൈറ്റോടുകൂടിയ ഹോട്ടൽ കച്ചവടമാണ്, അല്ലേ? ഹോട്ടൽ കച്ചവടം ജീവിക്കാൻ വേണ്ടി തുടങ്ങിയല്ല, മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തുടങ്ങിയ. അത്രമാത്രം സമാധാനപരമായി ജീവിക്കുന്നൊരു അന്തരീക്ഷം. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായും കേൾക്കേണ്ടത്. ഫകഫറത് ബിഅൻഉമില്ലാ, അള്ളാഹു കൊടുത്ത ഈ സമാധാനം, ഈ നിർഭയത്വം, ഈ ഫുഡ്, ഈ ഷെൽട്ടർ, ഈ വസ്ത്രം, ഈ ജീവിത സൗകര്യങ്ങൾ, ഇതൊക്കെ കിട്ടിയപ്പോൾ കഫറത്ത് ബിഅൻഉമില്ലാ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ 100% തള്ളിക്കളഞ്ഞു. അതിനല്ല ഇപ്പൊ ജീവിക്കുന്നത്, ആണോ? അപ്പൊ അള്ളാഹു എന്താ ചെയ്യുക? കേട്ടോളി. ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അപ്പൊ അള്ളാഹു പട്ടിണിയുടെയും ഭയത്തിന്റെയും വസ്ത്രം നിങ്ങൾ അണിയിക്കും. ആ വസ്ത്രപ്പെട്ടുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ഷോപ്പുകളൊക്കെ അടച്ചുകൂട്ടുക. ഷോപ്പുകൾ അടച്ചുകൂട്ടുമ്പോൾ പേടിയായി. നല്ലോണം ഉണ്ടാക്കിയത് പേടിയാണ്, അല്ലേ? ആർക്കപ്പ കച്ചവടം? കച്ചവടമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞതാ കച്ചവടമൊക്കെ മോശമാണ്, അതേപോലെ പീടികകളൊക്കെ അടച്ചുപൂട്ടുക. എന്താ കാരണം?
അന്റെ പീടിയും അന്റെ കച്ചവടവും അന്റെ അങ്ങാടിയും അന്റെ ടൗണും അന്റെ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് തന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളെയും നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. എല്ലാ തോന്നിയാസങ്ങളും എല്ലാ വൈബുകളും നീ നിന്റെ മാറോട് ചേർത്തു. ആരായി ഈ വൈബില്ലാത്തോലിപ്പം ഉണ്ടോ? എല്ലാവർക്കും ഇപ്പൊ പറയുന്ന വാക്ക് വൈബ് എന്നാണ്. ബാസനും വൈബാ, യുവാവും വൈബാ, സകല വൈബുകൾ ഇറങ്ങിയിട്ട് എന്താ ഉണ്ടായത്? ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടു. അതാ ഉണ്ടായത്. അതുകൊണ്ട് അല്ല പറഞ്ഞത്, എന്നിട്ട് അല്ല പറഞ്ഞെന്താ അറിയോ? അതാണ് അള്ളാഹു ആസ്വദിപ്പിച്ചതാണ്. എന്ത്? അള്ളാഹു അണിയിച്ചു വസ്ത്രം, ലിബാസൽ ജൂഇ വൽ ഖൗഫ്. എന്താ കാരണം? ബിമാ കാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ച കാരണത്താൽ. എന്നാൽ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിപൂർവ്വം ജീവിക്കുകയാണെങ്കിലോ അള്ളാഹു സമാധാനം എടുത്തു കളിയില്ല, സമാധാനം കൂട്ടിത്തരും. ഈ സമാധാനം കൂട്ടിത്തരും. എന്തുകൊണ്ട് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു? അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നു, ഇത് തഅദ്ദന റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പ്രഖ്യാപിക്കുക. റബ്ബ്, നിങ്ങൾ ആ വാക്കൊക്കെ ശ്രദ്ധിക്കണം. തഅദ്ദന എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നല്ല, വിളംബരം ചെയ്തു എന്നല്ല, പ്രഖ്യാപിച്ചു. റബ്ബ് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ലഇൻ ശക്കർത്തും, നിങ്ങൾ അള്ളാഹു ചെയ്തു തരുന്ന നിർഭയത്വത്തിന്, ഭയമില്ലായ്മക്ക്, ഭക്ഷണത്തിന്, സൗകര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ അടിക്കടി വർദ്ധിപ്പിക്കും. ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ആരോഗ്യം കൂടും, നിങ്ങൾക്ക് ഭയം കുറയും, ആരെയും നിങ്ങൾ ഭയക്കില്ല. നിർഭയത്വത്തോടുകൂടി ജീവിക്കുക, സമാധാനത്തോട് ജീവിക്കുക. ഒരു മക്കളും നിങ്ങളെ പേടിപ്പിക്കില്ല, ഒരു ഭർത്താവും നിങ്ങളെ പേടിപ്പിക്കില്ല, ഒരു ഭാര്യയും നിങ്ങളെ പേടിപ്പിക്കില്ല, ഒരു സഹോദരനെ പേടിപ്പിക്കില്ല. ഒരു നിർഭയത്വത്തോടു കൂടി ജീവിക്കുക. ഇപ്പൊ ഇവിടെ അങ്ങനല്ല. ഇപ്പൊ എല്ലാരും പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. മക്കൾ മാതാപിതാക്കളെ പേടിപ്പിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ പേടിപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പേടിപ്പിക്കുന്നു. എപ്പോഴാ ഒളിച്ചോടുകയെന്ന് അറിയില്ല ആരും. അപ്പൊ അതിന് ഒളിച്ചോടും വേണ്ടെന്നുണ്ട്. അത് വൈബാന്ന് തോന്നില്ലേ ഒളിച്ചോടാണ്ട പോക്ക്? അങ്ങാടി പോയിട്ട് ഉമർലാവിനും ഇസ്ലാം സ്വീകരിച്ച പോലെ പ്രഖ്യാപിച്ചു പോക്ക് ഇപ്പൊ വൈബാ അല്ലേ? വല്ലാത്തൊരു കാലം. അപ്പം സമാധാനം എടുത്തു കളയും. അപ്പൊ എന്താ പറഞ്ഞത്? സമാധാനത്തോട് ജീവിക്കാൻ നിങ്ങൾ എന്ത് വേണം? ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചല്ല ആസീത ഒലയിൻ കഫർത്തും, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പുറംതിരിഞ്ഞ് തുപ്പിയാൽ, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണെന്ന് ഓർത്തോളണം. വല്ലാത്ത വാക്കുകൾ. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ലോകത്തുള്ള മുസ്ലിങ്ങളെന്ന് വിചാരിക്കുന്ന, നമ്മളൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അള്ളാഹിനോട് അടുക്കണമെന്നുണ്ട്. ഞാൻ അടുത്തോലെ കോലം അള്ളാന്റെ റസൂൽ പറയാം. നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കും നല്ലോണം അല്ലേ? ഹജ്ജ് ചിലപ്പോൾ 1, 2, 3, 4 നിർവഹിച്ചിട്ടുണ്ടാവും. ഈ ഇരിക്കലുണ്ടാവും. ഉംറ എല്ലാ കൊല്ലവും ഉംറ അങ്ങനെ നിർവഹിക്കണമല്ലോ അല്ലേ? സക്കാത്ത് പറണ്ട, സദക്ക പറണ്ട. എന്നാൽ ഇതൊക്കെ നിർവഹിക്കുമ്പോഴൊന്നും അള്ളാഹ് എന്നൊരു വിചാരം കൽബിൽ ഇല്ലാണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഒരു കാര്യമില്ല. അങ്ങനെ ആ ഹജ്ജും പോയി, ആ ഉംറയും പോയി, എന്ത് വേണമെന്നാ ഞാൻ പറഞ്ഞ് അള്ളാഹ് പറയുന്നത് അറിയോ? അള്ളാഹിനെ കുറിച്ചുള്ള കൽബിൽ ഓർമ്മ വേണം. ഇവിടെ ഇല്ലാത്ത ഇപ്പതാ ഓർമ്മയില്ല. ഉണ്ടോ? ആർക്കാ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള? ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ പറയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് പറഞ്ഞു, അലാ ഉനബ്ബിയുക്കും ബി ഖൈരി അഅ്മാലിക്കും വഅസ്കാഹ ഇൻദ മലീകിക്കും, രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുത്ത് പരിശുദ്ധവും ഉന്നതവുമായ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരട്ടെ. നബി ചോദിക്കുക സഹാബത്തിനോട്, രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുത്ത് വിശുദ്ധമായ ഉന്നതമായ പ്രവർത്തനം എന്തിനേക്കാൾ ഫീ ദറജാത്തിക്കും, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹീതമായ പദവി ലഭിക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ പറഞ്ഞു തരട്ടെ. വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വറഖ്, അത് നിങ്ങൾ വെള്ളിയും സ്വർണവും സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അങ്ങനെയുള്ള പ്രവർത്തനം. പിന്നെ വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബൂന അഅനാഖഹും ഫയദ്രിബൂന അഅനാഖഹും, നിങ്ങൾ യുദ്ധത്തിലേർപ്പെട്ട് ഷഹീദാകുന്നതിനേക്കാൾ കൂലിയുള്ള, നിങ്ങൾ യുദ്ധം ചെയ്തു അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഷഹീദായി, അതിനേക്കാൾ കൂലിയുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതെന്താ? ബലായ റസൂലല്ല, അങ്ങനെ പറഞ്ഞു തന്നെ റസൂൽ സഹാബത്ത് പറഞ്ഞപ്പോ നബി പറയാ, ദിക്റുള്ള, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അതുണ്ടായിക്കോട്ടെ. എന്താ പറഞ്ഞത്? നിങ്ങൾ വളരെ സിമ്പിളായി തോന്നുന്നുണ്ടോ? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവണം. എന്തിനേക്കാൾ? ഷഹീദാണതിന്റെ മുമ്പ്
നീ നോമ്പ് കൊടുക്കുന്നതിന് മുമ്പ്, നീ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ്, അല്ലാഞ്ഞ അതൊന്നും അള്ളാന്റെ അടുത്ത് കിട്ടൂലെന്ന്. മനസ്സിലായോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ത്യങ്ങളൊക്കെ ഇതുവരെയുള്ള കർമ്മങ്ങളിൽ എന്ത് ബോധം ഉള്ളതില് ഒന്നുമില്ല. നമ്മൾ നാട്ടുകാരൊക്കെ നോമ്പ് കൊടുക്കുന്നുണ്ട്, റമദാൻ മാസമാണ് നോമ്പ് പറ്റൂ അല്ലേ? നാട്ടുകാരൊക്കെ ഉംറക്ക് കൊണ്ട് ഞാനും പണടച്ചിട്ടുണ്ട്, ഞാനും അജ്ജിന് കൊണ്ട് കൊല്ലം എന്ന് പറഞ്ഞു ഞാൻ നടക്കും അല്ലേ? അല്ലാണ്ട് അതിലെന്താ അല്ലന്നെ ഉണ്ടോ? ഉണ്ടേ നിങ്ങൾ പറയും. എന്നിട്ടോ ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ ഈ സമാധാനത്തിന്റെ കുറവിന്റെ കാരണം എന്താ? നന്ദി വേണം. എന്താ നന്ദി വേണ്ടത്? എങ്ങനെ ഞങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കുക? അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക, അള്ളാഹു നിരോധിച്ച് ഒഴിവാക്കുക, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ജീവിക്കുക. അതാണ് അള്ളാഹ്ക്കുള്ള നന്ദി അല്ലേ? അതാർക്കാണുള്ളത്? ആ നന്ദി ഉണ്ടെങ്കിലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? മനസ്സമാധാനം തരുള്ളൂ, അല്ലെങ്കിൽ മനസ്സമാധാനം എടുത്ത് കളി. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്തൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. തലമുറയായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനെ നേർക്കുനേരെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജ ശീലിക്കണം. അങ്ങനെ ലജ്ജ ശീലിക്കണം അള്ളാഹിന്റെ മുമ്പിൽ. സഹാബത്തിനോട് പറയാം. ഏതാ ഈ സഹാബത്ത്? കാലിന്റെ തൊട കണ്ടാൽ കരയുന്ന സഹാബത്ത്. ആ സഹാബത്തിനോടാ പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ലജ്ജ കാണിക്കണം. ഇപ്പൊ ഏതാ ലജ്ജ എന്ന് മനസ്സിലായത്? പറയാം. ഫഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ നസ്തഹി വൽഹംദുലില്ലാഹ്, നമ്മൾക്കൊക്കെ അള്ളാഹിന്റെ വിഷയത്തിൽ ഭയങ്കര ലജ്ജയാണല്ലോ റസൂലെ, അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹിനെ സ്തുതിക്കാം എന്നവർ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, അവർ പറഞ്ഞ ലജ്ജ എന്താ അറിയോ? ഞങ്ങൾ പാപങ്ങൾ ചെയ്യുമ്പോൾ, ഹറാമുകൾ ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ വരാറുണ്ട്. ആ ലജ്ജയാണ് നമ്മൾ പറഞ്ഞു. റസൂലുള്ള പറയാ, ലൈസദാഖ്, ഞാൻ പറഞ്ഞ ലജ്ജ അതല്ല, വലാകിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹി അൽ ഹയാ അൻ തഹ്ഫദ റഅസ വമാ വ, നിന്റെ തലയെ നീ സൂക്ഷിക്കലാണ് ലജ്ജ. എനിക്ക് നിങ്ങൾക്ക് തലുണ്ട്, പക്ഷെ ആ തലേനെ സൂക്ഷിക്കൽ ലജ്ജൻ. ആ തലയിൽ എന്തെല്ലാം കയറ്റിയിടണം അതും ലജ്ജ വേണം. പലരും വഷളത്തരങ്ങളാ തലയിലുണ്ടാകുക, തോന്നിവാസങ്ങളാ തലയിലുണ്ടാകുക, ഒരുപാട് ലേഡീസാണ് തലയിലുണ്ടാകുക, ഒരുപാട് പലിശ മുതലാ തലയിലുണ്ടാകുക അല്ലേ? ഒരുപാട് കള്ളുകുപ്പിന്റെ ബ്രാൻഡാണ് ഉണ്ടാകുക. അപ്പൊ ലജ്ജ എവിടെ വേണ്ടി? ഒരു അവയവത്തിന്റെ ഡ്രസ്സ് നീങ്ങുന്നോട്ട് മാത്രം പോരാ, എന്ത് വേണം? തലയിൽ എന്താ കയറ്റിയെടുത്ത് അവിടെ ലജ്ജ വേണം. തലയിൽ വേണ്ടാത്തതുണ്ടോ ഇറക്കി വെക്കണം, അല്ലാണ്ട് ലജ്ജ ഉണ്ടാവില്ല. ഒരാൾക്ക് ഡ്രസ്സ് എന്ത് ചെയ്യാ? ആണിനും പെണ്ണിനൊക്കെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഔറത്തൊക്കെ മറിക്കുക അല്ലേ? അതൊരു ലജ്ജയാണ്. അത് ലജ്ജയുടെ ഉപരിവിപ്ലവമായ ലജ്ജയാണ്. പക്ഷെ അകത്തളത്തിൽ എന്ത് വേണം? തലയിൽ കയറ്റുന്നത് എടുത്ത് എന്ത് വേണം? ലജ്ജ വേണം കേട്ടോ. പിന്നെ പറയാം, വാൻ തഹ്ഫദ വമാ വ, തലയിൽ കയറ്റുന്നതും തലയിലുള്ള ചെവി, മൂക്ക്, നമ്മുടെ നാവ്, ഇത് മൂന്നിനെയും സൂക്ഷിക്കണം, നല്ല ലജ്ജ ഉണ്ടാവുള്ളൂ. മൂക്കും ചെവിയും നാവും ചുണ്ടുമൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്രകാരം ചലിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യർക്ക് ലജ്ജ ഉണ്ടാവും. വല്ലാത്ത വാക്കുകൾ കേട്ടോ. എന്നിട്ടോ റസൂല പറയാം, വൽ ബത്തൻ വമാ വ, വയറ് അതിന്റെ അകത്ത് കയറ്റുന്നതും ലജ്ജ വേണം. വല്ലാത്ത വാക്കാൽ അല്ലേ? അങ്ങനെ വയറിന് ലജ്ജ വേണം. കിട്ടുന്നതൊക്കെ തിന്നരുത്, ലജ്ജ വേണം. കിട്ടുന്ന നമ്മളിപ്പോ ചിലപ്പോ ഹലാൽ നോക്കൂല, ഹറാമൻ നോക്കൂല, ആരാന്റെ ആണോ നിന്റേതാണെന്ന് ഒന്നും നോക്കൂല, നമുക്ക് എന്തായാലും മുതലുണ്ടായാൽ മതി അല്ലേ? ഇപ്പൊ നമ്മളൊരു മോളെ കെട്ടിക്കുകയാണെങ്കിൽ നമ്മളെന്താ നോക്കുക? ഓൾക്ക് സ്വത്തുണ്ടോന്നാ. അതെങ്ങനെ ഉണ്ടാക്കി നമ്മൾ ആരെയും പരിശോധിക്കലുണ്ടോ? ഉണ്ടോ? ഏത് മുസ്ലിമോ പരിശോധിക്കാൻ ഞാൻ കണ്ടില്ല. ഓലെ എങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മളെ പൈസ ഉണ്ടായിരുന്നായി അല്ലേ? അല്ലേ? അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എന്തോ നിങ്ങൾ വളരെ ഇന്റർനാഷണൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, ലോകവ്യാപകമായിട്ടുള്ളൊരു ചിന്ത നടത്തി നോക്കിയത് എങ്ങനെ ഉണ്ടാവും? വയറ്റിൽ വെക്കുന്നത്, അതിന്റെ അകത്ത് സൂക്ഷിച്ചത്, അതിന് ലജ്ജ വേണം. അല്ലാണ്ട് ലജ്ജ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ മക്കനെടുത്ത് തോളിടലല്ല, അതൊരു ലജ്ജയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ലജ്ജ ഇതാണ്. ഇതുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. വായ തോന്നിയ വർത്താനൊക്കെ പറയാൻ ലജ്ജ വേണം. അതിനേക്കാളൊക്കെ മുമ്പ് ഉണ്ടാവേണ്ടത് തലയിൽ എന്ത് കയറ്റണം, വയറ്റിലെന്ത് കയറ്റണം. അതിന്റെ വിഷയം എന്താ അറിയോ? ഈ വയറ്റിലൊക്കെ എന്തേ കയറ്റിയിട്ടെ ഞാൻ എന്തേലൊക്കെ തിന്നും, എന്നിട്ട് ഞാൻ എനിക്ക്
ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് മക്കളാവും. മക്കളെ തലമുറയിൽ എനിക്ക് അടി വരും. നിങ്ങളിപ്പോൾ അനുഭവിക്കില്ലേ? മുതലുണ്ടാക്കിയവരൊക്കെ ഒന്ന് ഇപ്പൊ ചിന്തിച്ചു നോക്കി. മക്കൾക്ക് കോലം കെട്ട മക്കൾ, കഴിവില്ലാത്ത മക്കൾ, അനാരോഗ്യരായ മക്കൾ ഇല്ലേ? പലതരം ഡിസബിലിറ്റി ഉള്ള ഇല്ല. അതിൻ്റെ ഒക്കെ കാരണങ്ങളത് ലജ്ജയില്ലാത്ത തീറ്റി മക്കൾക്കും കൊടുത്തു, ഭാര്യയ്ക്ക് കൊടുത്തു, കുടുംബത്തിന് കൊടുത്തു, മൂപ്പരും തിന്നു. ഒരുപാട് മുതലും ഉണ്ടാക്കി. അവസാനം 3 തുണിയിലാണ്ട് പൊയിഞ്ഞ് കൊണ്ടായപ്പോഴോ ചണ്ണന്തിരി പോകുമ്പോഴാണ് പോയും ചെയ്തു. സങ്കടം ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബു നാസ് ഫിന്നാർ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതുഹും. ഒന്ന്, ലജ്ജയില്ലാതെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ, ലജ്ജയില്ലാത്ത വാക്കുകൾ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ നരകത്തിൽ മുഖം കുത്തി വീഴും. ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങാടി കൂടെ ഒക്കെ പോകുമ്പോൾ ലജ്ജയില്ലാണ്ട് സംസാരിക്കുന്ന പല ആൾക്കാരില്ലേ? നമ്മൾ പറയും പോട്ടർമാരാണ്, അവർക്ക് എന്തും പറയാൻ അല്ലേ? കേട്ടില്ലേ നിങ്ങള്? ചിലർക്ക് പേടിയാ വർത്താനം പറയാം. അവരോട് എന്ത് വർത്താനം തിരിച്ചു വരുമെന്നറിയില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല, അത്ര പ്രയാസം അനുഭവിക്കേണ്ട ആൾക്കാർ ഇല്ലേ? അപ്പൊ അത് വല്ലാത്തൊരു മാനസിക പ്രയാസ. ഓരൊക്കെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന റസൂല പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സമാധാനം നമുക്ക് കിട്ടണം. അതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ നിലക്കുള്ള ഓർമ്മ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിരന്തരമായി നിലനിർത്തുക. എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും വെച്ചു കൊടുത്തതിൽ എന്തെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്തതുണ്ട് എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഉപയോഗിക്കുന്ന മുതലിൽ ആരൊക്കെ മുതലുണ്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എൻ്റെ കുടുംബവും തിരിച്ചു കൊടുക്കുക. ഇന്ന് ജുമാ കഴിഞ്ഞാൽ സമാധാനം മരണം വരെ കിട്ടൂല, മരിച്ചാൽ മയ്യത്തിന് അത്രയും കിട്ടൂല. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കുന്ന മുത്തക്കയങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ പള്ളിയിൽ വെച്ച് ദിക്ർ നിർവഹിക്കാൻ വലിയ പ്രതിഭയുള്ള കാര്യമാണ്. ദിക്ർ നിർവഹിക്കുക, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ല, ഇതൊക്കെ ദിക്റാണ്. പക്ഷെ അതിലും വലിയൊരു ദിക്ർ നിർവഹിക്കുന്ന കൽബിലുണ്ടാവണം അള്ളാഹിനെ കുറിച്ച്. അതാണ് അള്ളാഹു സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം, ദിക്റൻ കസീറ, ധാരാളമായി. ഒരു വിഷയം ധാരാളം എന്ന് ഖുർആൻ പറഞ്ഞില്ല എവിടെയും. 100,000 സ്ഥലങ്ങളിൽ ഖുർആൻ ഈ വിഷയം പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ദിക്ർ പറഞ്ഞോട്ടൊക്കെ ദിക്റൻ കസീറ, ധാരാളമായി. നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ധാരാളം എന്ന് പറഞ്ഞില്ല. അതിന് മുഅയ്യനായ വക്തുണ്ട്, നിർണയിക്കപ്പെട്ട വക്തുണ്ട്. ഹജ്ജ് ധാരാളം നിർവഹിക്കാൻ പറഞ്ഞില്ല. ഉംറ ധാരാളം നിർവഹിക്കാൻ പറഞ്ഞില്ല. നേരെ മറിച്ച് ദിക്ർ പറഞ്ഞോട്ടൊക്കെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു ദിക്റൻ കസീറൻ, ധാരാളമായി അള്ളാഹിനെ ഓർക്കണം. എന്നാലോ വസബ്ബിഹു ബുക്റത്തൻ വാശിയ, പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തുകയും ചെയ്യുക. എന്തിനാ? ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ഖുർആൻ പലയിടങ്ങളിലും ഉപയോഗിച്ചത്. നിങ്ങൾ വിജയിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ദിക്ർ പള്ളിയിലിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ആ വിഷയമല്ലത്. ദിക്ർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പള്ളിക്കലൊക്കെ ജമാഅത്താണ് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു നമ്മക്കൊരു അനുഭൂതിയാ. അങ്ങനെ ദിക്റില്ല. അങ്ങനത്തെ ദിക്റില്ല പള്ളികൾ നിങ്ങൾ ടൗണിലൊക്കെ കാണാം. ആ ദിക്ർ ഇതിൽ പെടും. പക്ഷെ ആ ദിക്ർ അത് നാവുകൊണ്ടുള്ള, പക്ഷെ ജീവിതം കൊണ്ട് കാണിക്കേണ്ട ദിക്റാണ് ഞാൻ പറയുന്നത്. അതിനാ വലിയ പ്രാധാന്യം കേട്ടോ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ബില്ലയിൽ, രാത്രിയിൽ അള്ളാഹിനെ ഓർമ്മ വേണം, ഇരുട്ടത്തെ അള്ളാഹിനെ ഓർമ്മ വേണം. വന്നഹാർ, പകലിൽ അള്ളാഹിനെ ഓർമ്മ വേണം. നമുക്ക് രാവിനും പകലിനും സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ പോവുക ചെയ്യാം അല്ലേ? രാത്രി ആയാൽ ഇരുട്ടങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൂടെ ഒരു പിശാചും കൂടി ഉണ്ടാവും അല്ലേ? പിന്നെ ഫിൽ ബർരി, കരയിൽ ജീവിക്കുമ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വേണം. വൽ ബഹർ, കടലിൽ ജീവിക്കുമ്പോഴും. നിങ്ങൾ ജീവിക്കുന്നത് കടലിലാന്ന് വെക്കുക, നിങ്ങൾ കരയിലായാലും ജീവിക്കുന്നെങ്കിലും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വിടാൻ പാടില്ല. വസ്സഫർ, യാത്രയിൽ വേണം. യാത്രയിൽ നിന്നപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ നമുക്ക് വിടലെപ്പോഴാ? ഇവിടൊക്കെ നല്ല അള്ളാഹിനെ ഓർമ്മ ഉള്ളവരായിരിക്കും അല്ലേ? ഇവിടുന്ന് ബോംബെക്കോ ഡൽഹിയിലേക്കോ നിങ്ങൾ ട്രെയിൻ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പറയാ, മസായിൽ മെമ്പറുണ്ട്.
പിന്നെ നമ്മൾ ടൗസർ മാറി, നമ്മളെ ഭക്ഷണ രീതി മാറി, നമ്മളെ സംസാര രീതി മാറി, അല്ലേ? അതൊക്കെ എന്താണ്? വൈബാണ്. അതിനൊക്കെ പേരാണ് വൈബ്. എല്ലാ ഭക്ഷണത്തരത്തിന്റെയും ഒന്നിച്ചുള്ള പേരാണ് വൈബ് കേട്ടോ. സകല തമ്മാടിത്തത്തിന്റെയും ഭക്ഷണത്തരത്തിന്റെയും പേരാണ് വൈബ്. ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും പറയുന്ന ഉപയോഗിക്കുന്ന വാക്കാ വൈബ്. തന്ത വൈബ്, തള്ള വൈബ്, അല്ലേ? എല്ലാം വൈബാ. ആ വൈബിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് വേണം? സഫറിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വേണം. യാത്രയിൽ വൽ ഹലർ, നാട്ടിൽ താമസിക്കുമ്പോഴും നാട്ടിലായാലും യാത്രയിലായാലും, വൽ ഗിന വൽ ഫഖർ, സമ്പന്നാവുമ്പോഴും അള്ളാഹിനെ ഓർമ്മ വേണം. വൽ ഫഖർ, ദാരിദ്ര്യം ഉണ്ടാവുമ്പോഴും അള്ളാഹിനെ ഓർമ്മ വേണം, അല്ലേ? ചിലർക്കൊക്കെ സമ്പത്ത് ഉണ്ടാവുമ്പം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പള്ളിയിൽ കയറും. പൈസ എല്ലാം പോയാലോ പിന്നെ പള്ളിയിലേക്കില്ല. ഇനി അള്ളാഹിനെ ഓർമ്മ വേണ്ട. ഇതൊക്കെ ഉണ്ടായിട്ടൊന്നും ഞാൻ എങ്ങനെക്കോ അള്ളാഹിന്റെ പിന്നാലെ കൂടിയിട്ട് അള്ള എന്നെ പരീക്ഷിക്കുക, പട്ടിണി എടുത്താണ്, അതുകൊണ്ട് ഞാനില്ല. അപ്പോൾ ദാരിദ്ര്യത്തിലും അള്ളാഹിനെ ഓർമ്മ വേണം, നമുക്ക് സമ്പത്തുള്ളപ്പോഴും വേണം. വൽ മറൽ, രോഗത്തിലും അള്ളാഹിനെ ഓർമ്മ വേണം. വസ്സിഹ, ആരോഗ്യമുള്ളപ്പോഴും. നമുക്ക് ആരോഗ്യമുള്ളപ്പം അള്ളാഹിനെ വലിയ ഓർമ്മ ഉണ്ടാവില്ല. രോഗം വന്നാൽ ഭയങ്കര ഓർമ്മ, അല്ലേ? കാണുന്നവരോടൊക്കെ ദേർക്കണേ, അള്ളാഹിനോട് ദേർക്കണേ. എനിക്ക് തീരെ വയ്യ, എന്റെ ഭാര്യക്ക് വയ്യ, എന്റെ മക്കൾക്ക്, മറ്റേ അള്ളാഹ് തന്നെ ഒരു പന്തരം ഉപയോഗിക്കല്ലേ. കാര്യമായി രോഗം കണ്ട് വന്നപ്പോഴോ ഇതിൽ പോയി പോകുന്നു പേടിയും കൂടി വന്നാലോ പറയും വേണ്ട, അല്ലേ? അതല്ല ദിക്ർ. ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹിനെ ഓർമ്മ വേണം. രോഗത്തിൽ വേണം, ആരോഗ്യത്തിൽ വേണം. വസ്സിർ, രഹസ്യ ജീവിതത്തിൽ വേണം. വൽ ഏലാൻ, പരസ്യ ജീവിതത്തിൽ. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടെങ്കിലേ അതിനാണ് ദിക്ർ അറിയാം. അല്ലാണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ദിക്റിനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അത് നമുക്ക് നിർവഹിക്കാം. അത് നമ്മളുടെ നാവോടുള്ള ദിക്റാണ്. ഇത് ജീവിതം കൊണ്ടുള്ള ദിക്റാണ്. ഞാൻ പറഞ്ഞു, ജീവിതം കൊണ്ടുള്ള ദിക്ർ നിർവഹിച്ചാലേ അള്ളാഹുവിന്റെ സമാധാനം അള്ളാഹു നൽകുകയുള്ളൂ എന്ന ബോധത്തോടുകൂടി ജീവിക്കണം. എപ്പോഴും അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കാൻ സാധിക്കണം. ആ നിലക്ക് ജീവിക്കണമെന്ന് സാധിക്കാൻ അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹു പറഞ്ഞാൽ വല്ലാത്തൊരു ഓഫറാ പറഞ്ഞു കേട്ടണത്. അല്ല പറയാം, ഒരു കുർസിയായ ഹദീസിൽ അല്ല പറയാ, ആന എന്തല്ല എന്നെ അബ്ദീബി, ഞാൻ എന്റെ ദാസൻ എന്നെ കുറിച്ച് അവൻ എന്ത് വിചാരിക്കുന്നു അതുപോലെ ആയിരിക്കും ഞാൻ. അള്ളാഹു എങ്ങനെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴായിരിക്കും അല്ല. എന്നിട്ട് പറയാ വാന മാഹു, ഞാൻ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആരാ? അല്ല. എപ്പോ? ഇതാ ദക്കറഞ്ഞി, അവൻ എന്നെ ഓർത്താൽ. ദിക്റില്ല എന്നല്ല, എന്നെ ഓർത്താൽ. അവന്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ വെച്ചോ എന്നെ ഓർത്താലും ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ആരാ അങ്ങനെ പറയാ? നിങ്ങളോട് ഇങ്ങനെ മന്ത്രി പറയോ? നിങ്ങളോട് ഇങ്ങനെ സമ്പന്നം പറയോ? ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നം പറയാ, ഇന്നെ ഓർത്താൽ മതി, ഞാൻ എന്റെ കൂടെ അടുത്തെത്തുന്ന അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓർക്കലായിരിക്കും, അല്ലേ? പിന്നെ ഓർക്കൽ നിർത്തൂല. അല്ല പറയാം, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ ഓന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഫൈൻ ദക്കറനി ഫി നഫ്സി, ഓന്നെ മനസ്സിലോർത്താൽ ദക്കർത്തുഹു ഫി നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ അള്ളാഹ് നമ്മൾ ഓർക്കുന്നു. ഞാൻ അള്ളാഹ് എന്റെ മനസ്സിൽ ഓർത്താൽ അല്ല എന്നെപ്പറ്റി അള്ളാന്റെ മനസ്സിൽ ഓർക്കുന്നു. എന്തൊരു അത്ഭുതമാണ്! സുബ്ഹാനല്ലാഹ്, അല്ലേ? അപ്പൊ ഓർക്കല്ലേ നല്ലേ? അല്ല നമ്മളെപ്പറ്റി ഓർക്കുന്നു. എപ്പോ? ഞാൻ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോ അല്ല എന്നെ കുറിച്ച് ഓർക്കുക. നമുക്ക് ഓർമ്മയില്ലല്ലോ അത്, ഉണ്ടോ? പിന്നെ വൈൻ ദക്കറനി ഫി മലയിൻ, ഒരു അപ്പൊ നമ്മൾ അള്ളാഹിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിച്ചു കൊടുക്കുന്നത്. ഈ സംസാരം അള്ളാഹു കേൾക്കുന്നുണ്ട്. ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്താൽ ദക്കർത്തുഹു ഫി മലയിൻ ഖൈരി മിൻഹു, ഞാൻ അവനെ ഓർക്കുക. മലവുല്ലായില്ല, ലോകത്തെ ഏറ്റവും വലിയ ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ വെച്ച് അള്ളാഹു നമ്മളെപ്പറ്റി പറയും, നിന്റെ അടിമ എന്നെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അള്ളാഹിനെ പറ്റി സംസാരിക്കണ്ടേ? നിന്റെ അടിമ നിന്നെപ്പറ്റി പറയുന്നുണ്ടെന്ന് ആരോട് പറയും? മലക്കുകളോട്. അങ്ങനുണ്ട്. അതാണ് അള്ളാഹിനോട് ഓർത്താനുള്ള ഗുണം കേട്ടോ. എന്നിട്ട് അല്ല പറയാം, ഖുർആനിൽ അല്ല പറയാം, വമൻ യഅ്ശു ദിക്ർ റഹ്മാൻ, ഈ ദിക്റിൽ നിന്ന് കാരുണ്യകനായ അള്ളാഹുവിനെ ഓർക്കുക എന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യൻ അവന്റെ ജീവിതത്തെ മാറ്റി നിർത്തിയാൽ നുക്കയ്യിലഹു ശൈത്താന, പിന്നെ ഞാൻ അള്ളാഹു ആ ഓർമ്മങ്ങളെ കൽബിന്ന് പോയാൽ ഈ പോയ മനുഷ്യന്റെ കൽബിലേക്ക് അള്ളാഹു ഒരു ശൈത്താനെ ജോയിന്റ് ആക്കി തരും. നിങ്ങൾ ഇന്നെ ഞാൻ എന്നെ പറ്റി ചിന്തിക്കുക, നിങ്ങളെ പറ്റി ചിന്തിക്കുക. അള്ളാഹിനെ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന അവിടെ അള്ള എന്ത് ചെയ്യും? ഒരു ശൈത്താൻ നിങ്ങൾ ലോയക്കാരനാക്കി വെക്കും. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ഫഹുവലഹു കരീൻ, ആ ശൈത്താൻ ഓന്റെ കൂട്ടുകാരനായിരിക്കും, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഓനക്ക് നല്ല ചിന്തിക്കാൻ കഴിയില്ല, പിന്നെ ഓനക്ക് ദിക്റില്ല.
ഫൻസാഹും ദിക്റല്ല, ദിക്റൊക്കെ മറന്ന്. അങ്ങനെയുള്ള ആൾക്കാർ എത്ര ഉണ്ട് അറിയങ്ങള്? ജീവിതത്തിൽ ഒരു നേരം പോലും അല്ലാഹനെ ഓർക്കാത്തോല് ഉണ്ടോ? എന്നിട്ടല്ല പറയാം, വൈന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ. ഈ പിശാചുക്കൾ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് നാൾക്ക് നാൾ ഇവനെ ദൂരപ്പെടുത്തും. നമ്മളങ്ങനെ ദൂരപ്പെടുത്തി കൊണ്ടുപോകും. തമ്മാടുത്തതിലേക്ക് കൊണ്ടുപോയി, വഷളത്വത്തിലേക്ക് കൊണ്ടുപോയി, വൈബിലേക്ക് കൊണ്ടുപോയി നമ്മളെ നശിപ്പിക്കും. പിന്നെ നമുക്ക് അള്ളയില്ല, റസൂലുമില്ല, ദീനുമില്ല, ഒന്നും ഉണ്ടാവില്ല. ഓൾക്കത് കേൾക്കുന്ന തന്നെ ചെറുത്താനെ കുന്തിരിക്കാൻ പോയി ശൈര്യ. ധാരാന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കാം, എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാം കേട്ടോ. ഞാൻ കാണുന്ന ഒരുപാട് മണ്ഡലങ്ങളിലെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാണുന്ന മണ്ഡലങ്ങളിൽ കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അതിലേക്ക് ഈ ആയത്തൊന്ന് വെച്ച് നോക്കിയാൽ അറിയാം. അപ്പൊ അള്ളാഹ് പറയാം, വയഹസബുൻ അന്നഹും മുഹ്തദുൻ. എന്നാലോ ഈ പിശാചുക്കൾ നമ്മളെ കൊണ്ട് എല്ലാ വഷളത്തരും ചെയ്യിച്ച് എല്ലാ തോന്യാസങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭംഗിയാക്കി കാണിച്ചു തന്നിട്ട് നമ്മൾ സന്മാർഗികളാണെന്ന് നമ്മളെ കൊണ്ട് വാദിപ്പിക്കും. ഇത് ബലൊക്കെ മോശമാണ്. ഈ പള്ളിയിൽ പോണോല്, പള്ളി പന്തലേറ്റ് നടക്കുന്ന തമ്മാടികളാണ് എന്നിട്ട് നമ്മളെ കൊണ്ട് അത് തന്നെ പറയിപ്പിക്കുന്നു. നിങ്ങളില്ലേ അങ്ങനത്തെ ആൾക്കാരെ? നിസ്കരിക്കാൻ പോണതൊക്കെ മോശ, ഒറ്റ വാക്കിൽ ഒറ്റ അടിയാ, ഇല്ലേ? കണ്ടില്ല? എന്നിട്ട് നമ്മളൊക്കെയാണ് നല്ലത്. ആര്? ഈ വൈബ് കേട്ടോ. പോട്ടെ, ഖുർആൻ തുടരാം. കയ്യൽനാലഹും ഖുറനാ. നാം ഒരു കൂട്ടുകാരല്ല, ഖുറനാകുകളെ ചെയ്യും. ഖുറനാ എന്ന് പറഞ്ഞാൽ കരിന്റെ ബഹുവചന. കരി എന്ന കൂട്ടുകാർ. ഖുറനാകുകളെ ചെയ്യും. സൂറത്ത് ഹാമീം സജദ കേട്ടോ. കയ്യൽനാഹും ഖുറനാ. എന്നിട്ടോ ഫസയ്യനൂലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവർ ചെയ്യുന്ന ഓരോ തോന്യാസങ്ങളും വഷൾത്തരങ്ങളും ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ജി വീട് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ, ജി കല്യാണം കഴിക്കേണ്ടത് ഇങ്ങനെ, ജി ഡ്രസ്സ് കഴിക്കേണ്ടത് ഇങ്ങനെ, നീ വാഹനം ഇങ്ങനത്തെ ഉപയോഗിക്കേണ്ടത്, നിന്റെ മക്കളെ ഇങ്ങനെ ഇന്ന തലത്താ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നിന്നെങ്ങനെ അലങ്കാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉണ്ട് ഇതൊന്നും ഇന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടല്ലേ. കൽബിൽ ഒരു അല്പം അള്ളാനെ കുറിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്ക് പോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ റബ്ബിനെക്കുറിച്ച് ഓർത്ത് അവസാനത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആളുകളിൽ ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റത്തെ വേദന അനുഭവിച്ചുകൊണ്ട് രോഗത്തിൽ കഴിയുകയാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും ശാന്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചു തരുമാറാകട്ടെ. ഈമാനോടുകൂടി വിട പറയാനും വലം കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.